നമസ്കാരം. അമേരിക്കൻ ജനതയും അമേരിക്കൻ ഭരണകൂടവും ട്രംപിന്റെ കഴുത്തിൽ കയറിട്ട് ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്നൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏകദേശം. എന്നിട്ടും ട്രംപിന്റെ ഭീഷണിക്ക് ഒരു കുറവുമില്ല. ട്രംപ് അടുത്ത ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ സൈനികർ, ഏതെങ്കിലും ഒരു സൈനികൻ കൊല്ലപ്പെട്ടാൽ, ഇനി ഏതെങ്കിലും ഒരു സൈനികൻ കൊല്ലപ്പെട്ടാൽ, ഇതുവരെയുള്ള കണക്കല്ല കേട്ടോ, ഇതുവരെ കുറച്ചുപേർ കൊല്ലപ്പെട്ടു, അവരുടെ സൈനിക താവളങ്ങളൊക്കെ ഇറാൻ തകർത്തു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇനി ഒരു സൈനികൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനുമായി വീണ്ടും യുദ്ധം ഉണ്ടാകും, ഇറാനെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണി ആദ്യമായിട്ടൊന്നും അല്ല, ഭീഷണി 3-4 മാസമായിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ തുടച്ചു നീക്കും, അത് ജീവി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യാനായി വരുമ്പോൾ ഇറാൻ 10 മടങ്ങ് അടി കൊടുത്തുകൊണ്ട് ഓടിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഹോർമൂസിലേക്ക് കപ്പൽ കൊണ്ടുവന്നപ്പോൾ തിരിഞ്ഞോടി നമ്മൾ കണ്ടല്ലേ. അതാണ് അവസ്ഥ. എന്തോ US കോൺഗ്രസിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ അമേരിക്കൻ ജനതയിൽ നിന്നും ഒക്കെ ഉള്ള ഒരു സമ്മർദ്ദം, കടുത്തൊരു സമ്മർദ്ദം കൊണ്ട് ട്രംപിന്റെ കാലുകൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും തള്ളുന്നതിനും അങ്ങോട്ട് വീമ്പ് പറയുന്നതിനും അങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ട് ഇറക്കി വിടുന്നതിനും ഒരു കുറവും ട്രംപ് വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇനി ഒരു അമേരിക്കൻ സൈനികൻ ഇറാന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെട്ടാൽ മതി. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനെ എതിരെ വീണ്ടും യുദ്ധത്തിനിറങ്ങും, ഇറാനെ ഭസ്മാക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു മിസൈൽ ആക്രമണം നടന്നിരുന്നു. ആ മിസൈൽ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു ഇന്ത്യൻ തയ്യൽക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കും, എന്തോ വിശേഷവുമായി ബന്ധപ്പെട്ട് മടങ്ങാനിരിക്കുന്ന സമയമാണ്. രാവിലെ അവിടെ എത്തി. ആ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഒരുപാട് പേർക്ക്, 10-20 പേർക്ക് പരിക്കുമുണ്ട്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറയുന്നത് ചെയ്യും, ചെയ്യുന്നത് പറയും, ചെയ്തത് പറയും, അതാണ് അവരുടെ നിലപാട്. പക്ഷെ ഇവിടെ ഇറാൻ പറയുന്നത് തങ്ങൾ ഒരിക്കലും വിമാനത്താവളത്തിലേക്ക് മിസൈൽ അയച്ചിട്ടില്ല. തങ്ങൾ അമേരിക്കൻ താവളങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ വീണിട്ടുണ്ട്, അത് പരിക്കുകൾ വന്നിട്ടുണ്ട്, ചിലതൊക്കെ തകർത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ അയച്ചിട്ടുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തകർക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് രണ്ടും ഇറാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തങ്ങൾ കുവൈറ്റിലെ വിമാനത്താവളത്തിലേക്ക് മിസൈൽ അയച്ചിട്ടില്ല. അത് ഇനി ഒരു പക്ഷേ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ അയച്ചിട്ടുള്ള മിസൈൽ, ആ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക തൊടുത്തു വിട്ടിട്ടുള്ള പേട്രിയറ്റ് മിസൈൽ താളം തെറ്റിയിട്ട് അത് വഴി തെറ്റിച്ചെന്ന് വീണതായിരിക്കും. അതായത് അമേരിക്കയുടെ അക്രമത്തിലാണ് ഈ എയർപോർട്ട് തകർന്നത്, അല്ലെങ്കിൽ എയർപോർട്ടിൽ ആൾ മരിക്കാനിടയായത്. ഇറാൻ അതിലൊരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇത്തരത്തിൽ മിസൈലുകൾ വരുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിലായാലും ഇറാനിലായാലും മറ്റേത് രാജ്യങ്ങളായാലും സൈറൺ മുഴങ്ങും. ഇപ്പോൾ UAE-യിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൈറൺ മുഴങ്ങുമായിരുന്നു. ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളിലേക്ക്, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ സൈറൺ മുഴങ്ങാറുണ്ട്. എന്നാൽ ഇവിടെ ഈ വിമാനത്താവളത്തിലേക്ക് മിസൈൽ പതിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള സൈറണും വന്നിട്ടില്ല. അതായത് അമേരിക്കന്റെ പേട്രിയറ്റ് മിസൈൽ തന്നെ ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയച്ചത് ചെന്ന് കുവൈറ്റിൽ ചെന്ന് വീണു. അതല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇറാനിൽ നിന്ന് വെറുപ്പിക്കാൻ വേണ്ടി അമേരിക്ക മനഃപൂർവ്വം ചെയ്തു. ഇത് നേരത്തെയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പലയിടത്തും ഇതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കന്റെയും ഒക്കെ മിസൈലുകൾ ചെന്ന് വീണിട്ടുണ്ട്. ആ വീണതൊക്കെ ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാന്റെ ഒരു സ്വഭാവം, തങ്ങൾ ചെയ്താൽ ചെയ്തു എന്ന് പറയും, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയും. അതൊക്കെ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എത്ര പേര് വിശ്വസിച്ചില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതായാലും ഇറാൻ പറയുന്നത് അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈലുകൾ അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ പറ്റിയ പിഴവ് കാരണം ആ മിസൈലുകൾ തെറ്റി വന്ന് അവരുടെ എയർപോർട്ടിൽ പതിച്ചതാണ്, അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തതല്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഇറാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ലെബനോനിൽ കയറി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താതെ ഒരു വിധത്തിലുള്ള വെടിനിർത്തലും ഇറാൻ നടത്തില്ല, യുദ്ധവിരാമം എന്ന് പറഞ്ഞ സംഘം തന്നെ ഉണ്ടാവില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനോനിൽ ഇതുവരെ, അതായത് ഒരു മാർച്ച് മുതൽ ഇതുവരെ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 3600-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. ഭീകരമായ യുദ്ധമാണ് ഇസ്രായേലും ലെബനനും തമ്മിൽ അവിടെ നടത്തുന്നത്. അത്തരത്തിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഒരു വെടിനിർത്തൽ കരാറായി എന്ന് പറയുന്നെങ്കിലും ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഈ അമേരിക്കന്റെ ചേഞ്ച് സ്വഭാവം പോലെ കയറി പൊട്ടിക്കുന്നുണ്ട്. ഇസ്രായേലും ലെബനോനും തമ്മിൽ വെടിനിർത്തൽ കരാറായി എന്ന് ഇസ്രായേലാണ് പറയുന്നത്, അല്ലാതെ ഹിസ്ബുല്ല അത് തള്ളിക്കളയാണ്. ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ട്രംപിന്റെ വേറൊരു പതിപ്പാണ്. ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയുകയും ചെയ്യും, മറുവഴിക്കൂടെ കയറി കൊളുത്തുകയും ചെയ്യും. അത് 2 നുണയന്മാരും 2 കൊള്ളക്കാരുമായതുകൊണ്ട് അവരുടെ വാക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഈ ഹിസ്ബുല്ലയുടെയും ഇറാന്റെയും ഒക്കെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തിരുന്നു. വലിയ പരിക്ക്, വലിയ നാശനഷ്ടങ്ങൾ വടക്കൻ ഇസ്രായേലിൽ
ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഹോർമുസിന്റെ കാര്യത്തിൽ ഹോർമുസ് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. നൂറുകണക്കിന് കപ്പലുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. കുവൈറ്റിന് നേരെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാന് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുമോ എന്നൊരു ഭീതിയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ ഉള്ളത്. ഇത് തന്നെയാണ് അമേരിക്കയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പറയുന്നത്, ഞങ്ങൾ ഈ രാജ്യങ്ങളൊന്നും ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിച്ചിട്ട് തങ്ങളുടെ മണ്ടയിൽ കൊണ്ടുവച്ചിട്ട് ഈ അറേബ്യൻ മണ്ണിൽ, പശ്ചിമേഷ്യൻ മണ്ണിൽ ഒരു ആശങ്ക വിതയ്ക്കാൻ വേണ്ടി ട്രംപ് മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അത്ര എളുപ്പമൊന്നും തീരാൻ ഒരു സാധ്യതയില്ല. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള, ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള മുജിതബ അലി ഖൊമൈനി ആ നിലപാട് തന്നെയാണ്, കടുത്ത നിലപാട് തന്നെയാണ്. ഇറാൻ പറയുന്നത്, ഞങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ഉപരോധം ഒക്കെ നീക്കിയിട്ട് ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരിച്ചു തരിക, ഹോർമൂസിന്റെ കാര്യം ഞങ്ങൾ നോക്കും, അത് ഞങ്ങളുടെ രാജ്യങ്ങളുടെ കാര്യമാണ്, ട്രംപ് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഞങ്ങൾ പരമാധികാര രാജ്യമാണ്, മേലിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരുത്തനും കയറി ആക്രമിക്കാനോ അള്ളാനോ വരരുത്, ഞങ്ങളുടെ സമ്പത്തിന്റെ അവകാശവാദം പറഞ്ഞുകൊണ്ട് വരരുത്. അത് മാത്രമല്ല, ഞങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളാണ്, അതിൽപ്പെട്ടതാണ് ലബനോനൊക്കെ, ലബനോനെ കയറി ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് യുദ്ധമോ അല്ലെങ്കിൽ വെടിനിർത്തലോ കരാറോ എന്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്നുള്ള നിലപാട്, ആ നിലപാട് കടുപ്പിച്ച നിലപാടുമായിട്ട് തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.